CI സജികുമാറിന്റെ നിർദ്ദേശപ്രകാരം ഉദയൻ സജികുമാറിന്റെ ഓഫീസിലെത്തുന്നു. വസുന്ധരയുടെ തിരോധാനത്തെക്കുറിച്ച് ഉദയനോട് ചോദിക്കുന്ന CI. ഉദയൻ മാനസികമായി തകരരുത് എന്ന നിർദ്ദേശവുമായി വസുന്ധരയുടെ ഡ്രസ്സ് ഉദയന്റെ മുന്നിൽ വെക്കുന്ന CI. വസുന്ധര മരിച്ച വിവരം CI ഉദയനെ അറിയിക്കുന്നു. ഉദയനെ ആശ്വസിപ്പിക്കുന്ന CI. അമ്മയ്ക്ക് വേണ്ടി ബലികർമ്മങ്ങൾ നടത്തുന്ന ഉദയൻ. ഉദയന്റെ വല്യമ്മാവൻ രാജരാജവർമ്മ വരുന്ന വിവരം ഉദയനെ വിളിച്ചറിയിക്കുന്നു. മരിച്ച വസുന്ധരയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഉദയനും രാജരാജവർമ്മയും കുടുംബക്കാരും. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പെങ്ങൾ വസുന്ധരയുടെ കോവിലകത്തെത്തിയത് ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടിയാണല്ലോ എന്ന വിഷമവുമായി രാജരാജവർമ്മ. വസുന്ധരയുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്ന് ഉദയനോട് രാജരാജവർമ്മ. ഇനി തുടർന്ന് കാണുക. ബന്ധങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കുന്ന കൂട്ടത്തിലാണ് ഉദയനും. എന്നിട്ടാണോ വസുന്ധരയെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അതിന്റെ പിന്നിൽ ഒരു വാശിയുണ്ടായിരുന്നു. അമ്മ വാശി കാണിച്ചാൽ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല മക്കൾ ചെയ്യേണ്ടത്. അതിന് പരിഹാരം കാണണം. അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചതാ. പക്ഷെ തിരിച്ചു വന്നത് വസുന്ധരയുടെ കുറെ ഓർമ്മകൾ മാത്രം. നിമജ്ജനം ചെയ്യാൻ ഒരു നുള്ളി ചിതാഭസ്മം പോലും കിട്ടിയില്ല. സോ നോ ആർഗ്യുമെന്റ്. വല്യമ്മാവൻ വന്ന് കുറെ ഉപദേശങ്ങൾ വിളമ്പുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒരിക്കലുമില്ല. അമ്മാവൻ വരുന്ന കാര്യം ഞാൻ വിളിച്ചറിയിച്ചപ്പോ സന്തോഷം കൊണ്ട് എതിയേട്ടന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഫോണിലൂടെ ഇയാളെ കണ്ണുനീര് കണ്ടോ? അമ്മാവന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു പറഞ്ഞാൽ അതൊരു സത്യം മാത്രമാ. നല്ലത്. കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് ഞങ്ങൾ. ഇന്ന് കുടുംബമില്ല, വീട് മാത്രം. വീടുകൾ വെറും കെട്ടിടങ്ങളായി. കെട്ടിയുണ്ടാക്കിയ ഇടങ്ങളാണോ അതോ കെട്ട ഇടങ്ങളാണോ പല കെട്ടിടങ്ങളൊന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അർത്ഥം പറയാമോ? ഉദയൻ നാടകക്കാരനല്ലേ? കുഴപ്പം വീടിനല്ല, അതിനുള്ളിൽ താമസിക്കുന്നവർക്കാ. എക്സാക്ട്ലി. കൂടപ്പിറപ്പുകൾ പോലും സത്രത്തിലെ അന്തേവാസികളെ പോലെ അന്യരായിട്ടാ പരസ്പരം പെരുമാറുന്നത്. ഏട്ടൻ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താ? കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ ഇവിടെ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്. വസുന്ധര എന്നോട് നേരത്തെ സൂചിപ്പിച്ചതാ. ഇനിയിപ്പോ ഏട്ടം വേണം അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ. എന്താടോ? യതീന്ദ്രൻ സ്ഥലത്തില്ലല്ലോ മാവ. അയാൾ വന്നിട്ട് സാവധാനം മതി. ആ, എതിയേട്ടന് വേണമെങ്കിൽ ഞാൻ ഉടനെ വിളിച്ചു വരുത്താം. വേണ്ട. വസുന്ധരയുടെ ശ്രാദ്ധം കഴിഞ്ഞ് മതി സ്വത്ത് പങ്കുവയ്ക്കൽ. അതിനു മുമ്പ് ആരും അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. കാർത്തി ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ BSc അമ്മാവ. ഗുഡ്. ഹിസ്റ്ററി ആയിരുന്നു മെയിൻ. BScക്കോ? ആ, ഫസ്റ്റ് ക്ലാസ്സിലെ പാസ്സായത്. അപ്പോ എന്റെ ഒരു ചോദ്യത്തിന് ഇയാൾക്ക് ഉത്തരം പറയാൻ കഴിയും. എന്താ? പറയാം. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഔദ്യോഗിക പക്ഷി കാക്ക. നന്ദനയ്ക്ക് പറയാമോ? വേഴാമ്പൽ. ശരി ഉത്തരം. പറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാട്, അതിന്റെ ദേശീയ പക്ഷി മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ. സങ്കല്പിച്ചതാരായാലും തികച്ചും അർത്ഥപൂർണമായി വന്നു. സ്നേഹത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാകരുത്, അടുത്ത തലമുറയ്ക്കും ഉണ്ടാകരുത്. കാരണം മനസ്സിന്റെ ഉള്ളറകളിൽ സ്നേഹത്തിന്റെ ഉറവകളുണ്ട്. ഒന്ന് തൊട്ടാൽ അതിന്റെ നനവ് അനുഭവിച്ചറിയാം. വാക്കുകൊണ്ടെങ്കിലും ഒന്ന് തൊടാൻ എന്തിനു മടിക്കണം?
ഹായ് സജി. ഹലോ. എൻ്റെ സ്നേഹിതനാ. ഹലോ. പെൻഷൻ പറ്റിയ പോലീസ് സൂപ്രണ്ടിന് എന്തിനാടോ സല്യൂട്ട്? എന്റെ മനസ്സിൽ അങ്ങേക്ക് റിട്ടയർമെന്റ് ഇല്ല. മനസ്സിലായില്ല. സാറിന്റെ സർവീസ് കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. ഡിവൈഎസ്പി ആയിരുന്ന ചന്ദ്രശേഖര കുറുപ്പിന്റെ മകനാണ് സാർ ഞാൻ. തഴവയിലാണ് തറവാട്. ഓഹോ, തഴവാചന്ദ്രന്റെ മകനാണോ? അതെ സാർ. അത് ശരി. നല്ലൊരു ഓഫീസറായിരുന്നു ഇയാളുടെ അച്ഛൻ. സാറ് വരുന്നുണ്ടെന്ന് ഉദയം പറഞ്ഞപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. സന്തോഷം. എന്നാൽ ഞാൻ വൈകിക്കുന്നില്ല, ഇറങ്ങാൻ. എന്റെ ഗൗരവത്തേക്ക് വരണില്ലേ? ഇനി ഒരിക്കലാകാം. ഇവിടെ വരെ വന്നിട്ട് അമ്മാവനൊന്നും കഴിച്ചില്ല. ഇപ്പൊ വേണ്ടടോ. ആ ഉദയ, ഇനി നീയാണ് കുന്നത്തൂർ കോവിലകത്തെ കാരണവർ. പുതുതായി ഒന്നും വെട്ടിപ്പിടിക്കണമെന്നില്ല, നഷ്ടപ്പെടുത്തരുത്. കുറഞ്ഞ പക്ഷം മനസ്സിലെ നന്മയെങ്കിലും എന്നും കൂടെ ഉണ്ടാവണം. വസുന്ധരയെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിന് പ്രേരണയായിരിക്കണം. തനിക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അമ്മയുടെ സ്ഥാനത്ത് ഇപ്പൊ ഞങ്ങൾ കാണുന്നത് അമ്മാവനെയാ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അതൊക്കെ ഭംഗിവാക്കുകളാണ്. ഒരാളും മറ്റൊരാൾക്ക് പകരമാവില്ല. എന്നാലും വസുന്ധരയുടെ കുട്ടികളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം. കാർത്തികയ്ക്കും വരാം. ആവശ്യമെങ്കിൽ ഇങ്ങോട്ട് വരാനും എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോ ശരി. അച്ഛനോട് എന്റെ അന്വേഷണം പറയണം. സാർ. ആരെ കാണാൻ നിൽക്കുക? കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്തോ വില ഉണ്ട് ചേട്ടാ? അത് ഏരിയ അനുസരിച്ചിരിക്കും. എന്നാലും സെന്റിന് എത്ര വില വെച്ചാണെങ്കിൽ വേണം? അതിപ്പോ 19 സെന്റ് വേണോ? അതോ ഏക്കർ കണക്കിന് വേണ്ടി വരുമോ? ആദ്യം വില പറ. സെന്റിന് എത്ര സിആർ വരും? വെറുതെ ഉടായ്പെടുക്കല്ലേ ബൈ. ഇത് സ്ഥലം അത്ര ശരിയല്ല, വിട്ടുപിടി. സിആർ ആരടാ? എന്താടി? മനീഷേട്ടൻ എവിടെയാണെന്ന് പറ. ജോലി അന്വേഷിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി അലിയല്ലേ ഞാൻ. തിരുവനന്തപുരത്ത് നിൽക്കുക ഇപ്പൊ ഞാൻ. തിരുവനന്തപുരത്തോ? ആ, സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുമ്പിലാ ഞാൻ നിൽക്കുന്നേ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഇതിനകത്താ ജോലി ചെയ്യുന്നേ. ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ മന്ത്രി നമ്മുടെ ഇടുക്കിക്കാരനല്ലേ. അദ്ദേഹത്തിനെ കണ്ടിട്ടാണെങ്കിലും ജോലിയും കൊണ്ടേ ഞാൻ നാട്ടിലേക്ക് വരുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള മന്ത്രിയെ കാണാൻ എന്തിനാ മനീഷയുടെ തിരുവനന്തപുരം വരെ പോയേ? എടി, അത്രമാത്രം ഞാൻ അലിയാണെന്ന് മന്ത്രിക്ക് തോന്നട്ടെ. അന്നേരം പെട്ടെന്ന് ജോലി കിട്ടിയാലോ. നീ എവിടെ 3 നേരം ശാപ്പാടടിച്ച് സൂക്കിയല്ലേ? ഇന്നലത്തെ കാര്യം കേൾക്കണോ? വെറും ഒരു കട്ടൻ ചായ മാത്രമാ ഇന്നലെ ഞാൻ കഴിച്ചത്. അതെന്താ? ഇന്നലെ തിരുവനന്തപുരത്ത് ഹർത്താലായിരുന്നോ? ഹർത്താല് എടി പൈസ ലാഭിക്കാൻ. ഇന്ന് ഇതുവരെ ഒന്നും ഈ വയറ്റിലോട്ട് ചെന്നിട്ടില്ല, അറിയാവോ? എന്തിനാ മനീഷേട്ട പട്ടിണി കിടക്കുന്നേ? എന്റെ വള കയ്യിലില്ലേ? അത് മനീഷേട്ടൻ എന്ത് ചെയ്തു? വളയൊക്കെ ഉണ്ട്. എന്ത് ചെയ്തെന്ന് പറ മനീഷേട്ടാ.
അതൊക്കെ ഉണ്ട് ലൈലേ. ഡേ, നീ ഒന്ന് അടങ്ങ്. എടി, ചിലപ്പോ ഞാനൊന്ന് ബോംബെയിലേക്ക് ട്രെയിൻ കയറും. അവിടെ ചെന്ന് വലിയ പണക്കാരനായിട്ടായിരിക്കും തിരിച്ചു വരിക. അതിന് ബോംബെ പോകുന്ന എന്തിനാ? നീ പഴയ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? ബോംബെ പോയി കോടീശ്വരനായിട്ട് തിരിച്ചു വരാം. അതാ അതിന്റെയൊക്കെ ഒരു ചടങ്ങ്. അല്ലെങ്കിൽ ഞാൻ സീരിയലിൽ കയറും. സീരിയലിലോ? TV സീരിയല്. എടി, ഇഷ്ടം പോലെ മെഗാ സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അതിൽ അഭിനയിച്ച് ഞാൻ കാശുകാരനാവും. നടനാവുമ്പോ ഈ അവിഞ്ഞ പേരൊക്കെ ഒന്ന് മാറ്റണം. മനീഷ് അനുരാഗ്, അത് മതി. അങ്ങനെ ഒരു സ്റ്റാർ ആയിട്ട് ഞാൻ നാട്ടിലേക്കൊരു വരോടി. ചേട്ടാ സീരിയലൊന്നും അഭിനയിക്കാൻ പോവണ്ട, ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാം. എടി ലൈലെ, ഉടനെ മനീഷേണ്ണ ഇങ്ങോട്ട് വാ, എനിക്ക് മനീഷേണ്ണ കാണണം. എടി ഡി വച്ചാ. എതിയേട്ടാ. ഹലോ ഹലോ, കേക്കാ എതിയേട്ടാ? നീ എവിടെയാ? റേഞ്ചില്ലെന്ന് തോന്നുന്നു, കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേക്കാമോ? കേൾക്കാം. ഞാൻ ദേ ഇവിടെ പച്ചമാങ്ങ പൊട്ടിക്ക. നിനക്കെന്താ പെട്ടെന്ന് പച്ചമാങ്ങ തിന്നാനൊരാഗ്രഹം? എനിക്ക് തിന്നാനല്ല, പിന്നെ വിളഞ്ഞു പഴുത്തിട്ട് മുഴുവനും വവ്വാല് കൊണ്ടുപോവുക. അച്ചാറുണ്ടാക്കി വിറ്റ നല്ല വില കിട്ടും. നമ്മള് വേണമല്ലോ അതിനും കഷ്ടപ്പെടാൻ. എതിയേട്ടൻ ജോലി സ്ഥലത്താണോ അതോ റൂമിലോ? റൂമിലെത്താൻ ഒരു സമയമാവും. ജോലി ഉണ്ടല്ലോ അല്ലേ? ജോലി ഇല്ലാതെ പിന്നെ എന്റെ ഫാദറിലോ എനിക്ക് ഇവിടെ ചെലവിന് തരൂ? എതിയേട്ടന്റെ ഫാദറിലോ? അയ്യോ, എന്റെ അച്ഛന് പറഞ്ഞതാണോ? കടലിനിക്കരെ നിന്ന് മാങ്ങ പൊട്ടിക്കുന്ന എന്നോട് തന്നെ ഇത് പറയണം. എന്റെ കാർത്തികേ, നീ അവിടുത്തെ കാര്യങ്ങൾ പറ. അമ്മയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞോ? മൂത്ത മകന്റെ ഉത്സാഹത്തിലെല്ലാം നടത്തി. ഇനി തിരുവല്ലത്ത് പോയി തിലകഹോമോ മറ്റോ ഉണ്ട്. തിലകഹോമം അല്ല കാർത്തികേ, തിലഹോമം. എള്ളു വെച്ച് നടത്തുന്നൊരു ഹോമമാണ്. എന്ത് പരിപാടിയായാലും എതിയേട്ട നാട്ടിലില്ലാത്ത നന്നായി. അല്ലെങ്കിൽ കൊറേ പൈസ ഇറക്കേണ്ടി വന്നേനെ. ഇളയ മകനല്ലേ, ഇതിപ്പോ എല്ലാം ഉദയേട്ടൻ ചെലവാക്കി. അല്ല, വല്യമ്മാമ വന്നിട്ട് എന്തായി? ഇപ്പോഴും SP ആണെന്നാ പുള്ളിയുടെ വിചാരം. ഉള്ളത് പറയണമല്ലോ, ആ പ്രൗഢി ഒന്ന് വേറെ തന്നെയാ. തല ഉയർത്തിപ്പിടിച്ച് വരുന്നത് കണ്ടാലേ ആരായാലും എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. കൊറേ ഉപദേശം തന്നിട്ടാ പോയത്. അതാവുമ്പോ ചെലവില്ലല്ലോ. എന്നാ ഇതിരിക്കട്ടെ മോളെന്നും പറഞ്ഞ് ഒരു 10,000 5,000 എന്റെ കൈ വെച്ച് തന്നില്ല. അല്ല, തന്നാലും ഞാനത് വാങ്ങിക്കില്ല, അത് വേറെ കാര്യം. പിന്നെ എതിയേട്ടാ, നന്ദനയുടെ കയ്യിൽ എന്തോ വശീകരണപ്പൊടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെന്താ? ഒന്ന് കണ്ടതേ ഉള്ളൂ, അവള് വല്യമ്മാമനെയും കയ്യിലെടുത്തു. നന്ദന ഉത്തരം തെറ്റിച്ചു പറഞ്ഞിട്ടും മൂപ്പര് അവൾക്കാ മാർക്ക് കൊടുത്തത്. കാക്കയല്ലേ കേരളത്തിന്റെ ദേശീയ പക്ഷി? ഞാനാ ഉത്തരം പറഞ്ഞു. നന്ദന പറയുക വേഴാമ്പലാണെന്ന്. അതാണ് കറക്റ്റ് ആൻസർ എന്ന് SP അദ്ദേഹവും. അവളുടെ കയ്യില് വശീകരണപ്പൊടി ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറ. കാർത്തികേ, അതെ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നാലോന്ന് ആലോചിക്കുക. ഇവിടെ ഒരു ഗുണമില്ലാന്നേ. അവിടെ ഗുണം ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല, ഇവിടെ നിന്നാ ദോഷം ഉണ്ടാവുമെന്ന് കരുതിയല്ലേ നിങ്ങൾ ദുബായിലേക്ക് പോയത്. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങോട്ട് ചാടാനൊരു ധൃതി? അല്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ബാബുജി പ്രതിയല്ല, യഥാർത്ഥ പ്രതിയെ അറസ്റ്റും ചെയ്തു. ഇനി എന്തിനാ ഞാൻ പേടിക്കുന്നത്? ആ സമയത്ത് നിങ്ങൾ മനഃപൂർവ്വം മാറി നിന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാലോ? നന്ദന മുള്ളും മൊനയും വെച്ച് ചിലതൊക്കെ ചോദിക്കുകയും ചെയ്തു. നമ്മുടെ മടിയിൽ കനവില്ലേ, അപ്പൊ നമ്മൾ പേടിക്കണം. ഗുണ്ടാ ബാബുജി ഏർപ്പാടാക്കിയത് എതിയേട്ടനാണെന്ന് രഹസ്യ പോലീസോ മറ്റോ അറിഞ്ഞാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദുബായിന്ന് കെട്ടും പൊട്ടിച്ച് നാട്ടിൽ വരാൻ ഇത്ര ആഗ്രഹം എന്താ എതിയേട്ടന്? അതെന്തായാലും എന്നെ കാണാനുള്ള കൊതി കൊണ്ടല്ല. അതെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറയണ്ട. ദേ, അല്ലെങ്കിലും നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട.
ഞാൻ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പദ്ധതികളോ? എന്ത് പദ്ധതികൾ? സീരിയസ് ആണ്. ഇവിടെ ചില പൊളിച്ചിലുകൾ ഉണ്ടാവും എഴുതിയേട്ടാ. എന്നെ അടിക്കാൻ കൈയോങ്ങിയ നന്ദനെ വെറുതെ വിടില്ല ഞാൻ ചിലത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ വന്നാ മതി. നീ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടല്ലേ. രണ്ടും കൽപ്പിച്ചാണ് കാർത്തിക. കുഴപ്പമുണ്ടായാൽ നേരിടാനും റെഡിയാ. അതിനു മുമ്പ് എനിക്ക് നന്ദനയുടെ കണക്കും തീർക്കണം. തീർക്കും ഞാൻ. മനുഷ്യട്ടാ, ഒന്ന് വണ്ടി നിർത്തിക്കേ. മനുഷ്യട്ടാ, 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 അവിടെ നിക്ക്. ലൈലേ, അല്ല നീ എന്താ ഇവിടെ? മനുഷ്യനെന്ത് ഇവിടെ? ഞാനിവിടെ. ഞാൻ വിളിച്ചപ്പോ തിരുവനന്തപുരത്താന്ന് പറഞ്ഞിട്ട്. അതപ്പോ എടി, അപ്പ തിരുവനന്തപുരത്തായിരുന്നു, ഇപ്പൊ ഇവിടെ. എന്നെ കണ്ടിട്ടാണോ മനുഷ്യൻ ഇവിടുന്ന് പോയത്? നിന്നെ കണ്ടിട്ടോ? എന്തോന്നല്ല ഇല്ലേ എടി, നിന്നെ കണ്ടാ ഞാൻ ഓടി അടുത്ത് വരില്ലേ ചെയ്യുള്ളൂ. അതുപോട്ടെ, നീ എവിടെ പോയി ഇറങ്ങിയതാ? ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോയതാ. ഓ, ജോലിയുടെ കാര്യം എന്തായി? ശരിയാവും. മന്ത്രിയെ കണ്ടോ? കണ്ടോന്നോ? എടി, 2 തവണ കണ്ടു. പുള്ളിക്കാരൻ നാട്ടിൽ വരുമ്പോ ഒന്നുകൂടി കാണണം. അതോടെ പണി കിട്ടുന്ന ഉറപ്പാ. എന്നിട്ട് ഇക്കാര്യമൊന്നും എന്നെ വിളിച്ചറിയിക്കാതിരുന്ന എന്താ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ വഴിയരികിൽ ഇങ്ങനെ വായി നോക്കിയിരുന്നതും എനിക്കുള്ള സർപ്രൈസ് ആയിരുന്നോ? വായി നോക്കേ. ഛേ, അയ്യേ. ഇടയ്ക്ക് പറഞ്ഞല്ലോ സീരിയൽ അഭിനയിക്കാൻ പോവാണെന്ന്. അതെന്തായി? ഓ, ഞാൻ 1-2 ഡയറക്ടർമാരെ കണ്ടു. ഭയങ്കര ജാടയാവുമാർക്ക്. ആ, പിന്നെ സീരിയലിന് ഇത്രയും ഗ്ലാമറൊന്നും വേണ്ട പോലും. സൗന്ദര്യം കൂടിപ്പോയത് നമ്മുടെ കുറ്റമാണോ? എന്റെ വളയുടെ കാര്യം പറ. വള വളയുണ്ട്, വളയുണ്ട്. സത്യം പറ മനുഷ്യട്ടാ, മനുഷ്യനത് വിറ്റോ അത് പണയം വെച്ചോ? വിറ്റോന്ന് ചോദിച്ചാ വിറ്റല്ലേ? എന്നിട്ടാ പൈസ എന്ത് ചെയ്തു? മുഴുവനും തീർത്തു കാണും. അതുകൊണ്ടാ വീട്ടിലേക്ക് വരാതിരുന്നത്. ഇതാണ് തെറ്റിദ്ധാരണ. എടി, പെൺപിള്ളേരായാലേ ഭർത്താവിനെ ഒന്ന് വിശ്വസിക്കണം. അല്ലാതെ ഇങ്ങനെ കറണ്ട് ചാർജ് അടയ്ക്കണം നടന്നാ പോരാ. എന്നാ പറ, എന്റെ വളയെന്തേ? എടി, നിന്നെ ഞാൻ ഞെട്ടിക്കട്ടെ. ഓ, ഇത് സ്ഥിരം പറയുന്നതാ. ഇതങ്ങനല്ലടി. ഇത്തവണ നീ ശരിക്കും ഞെട്ടും. പിടിക്കേ. പൊതി തുറന്ന് കണ്ണു നിറയങ്ങ് കാണ്. ആഹാ, വള. വളയല്ല, സ്വർണ്ണവള. ഇതേ, നീ കയ്യിൽ നിന്ന് ഊരി തന്ന സ്വന്തം വളയിൽ നോക്കി. ഇത് പക്ഷേ പുത്തം പോലെ ഇരിക്കുന്നുണ്ടല്ലോ മനീഷേട്ടാ. എടി, അത് ഞാനൊന്ന് പോളിഷ് ചെയ്യിച്ചതാ. അപ്പൊ മനീഷേട്ടൻ ഇത് വിറ്റില്ല? ഇപ്പൊ മനസ്സിലായില്ലേ മനീഷ് ആരാണെന്ന്? അല്ല, അപ്പോ തിരുവനന്തപുരത്ത് പോയതിന്റെ ചെലവൊക്കെ എങ്ങനെയായിരുന്നു? ദൈവം വഴി കാണിച്ചു തന്നു. ആ, വള കയ്യിലിട്ടേക്കാം. എടി, ഇടണമെന്നില്ല. വീട്ടിൽ ചെന്നിട്ടേ ആ അലമാരയെ വെച്ചോ. നിന്റെ ഈ കൈക്കേ ആ വളയില്ലാത്തതാ ഭംഗി കൂടുതൽ. ഓ, എന്നാലും ഇട്ടേക്കാം. അല്ല, നീ എവിടെ പോവാന്നാ പറഞ്ഞേ? കറണ്ട് ബില്ലടയ്ക്കാൻ. എന്നിട്ട് അടച്ചോ? ഇല്ല, പോകുന്നേ ഉള്ളൂ. എടി, ഈ വേലത്തിന് നീ അതും കൊണ്ടൊന്നും നടക്കണ്ട. ഇങ്ങനെ ഞാൻ അടച്ചേക്കാം. എന്നാ നമുക്ക് ഒരുമിച്ച് പോയാലോ? ചേടാ, എടി, അപ്പോഴും വെയിൽ കൊള്ളേണ്ടത് നീയല്ലേ? ദേ, നിനക്കുള്ള വെയിൽ കൂടി എനിക്ക് കൊള്ളാൻ പറ്റുമോ? അതുകൊണ്ട് പൈസ തന്നേ. ഞാൻ കറണ്ട് ചാർജ് അടച്ചോണ്ട് വന്നേക്കാം. എടുക്കെടുക്ക്. എന്നാ. അല്ല, ഇത് കറണ്ട് ബില്ല്. ഓ, കറണ്ട് ബില്ലൊക്കെ ഇത്രയും ചെറുതായോ? ആ, എന്നാ നീ വിട്ടോ. പൊക്കോ പൊക്കോ. ദോ അവിടെ ചെന്നാ ഓട്ടോ കിട്ടും. പൊക്കോ. വെയിൽ കൊള്ളണ്ട. വേഗം വന്നേക്കണേ.